ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പെയിൻ ആൻഡ് പ്ലഷർ. രണ്ട് പദങ്ങളും നമുക്ക് സുപരിചിതമാണ്. പെയിൻ എന്ന് വെച്ചാൽ വേദന, പ്ലഷർ എന്ന് വെച്ചാൽ ആനന്ദം. ഈ രണ്ട് കാര്യങ്ങളെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് നോക്കാം. പലപ്പോഴും പല ന്യൂസിലും നമ്മൾ കാണാറുണ്ട്, വളരെ അബ്യൂസീവായ ടോക്സിക്കായ ചില റിലേഷൻസിൽ ആളുകൾ കുറേ വർഷം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു. ആ റിലേഷൻ തുടർന്നു കൊണ്ടുപോകുന്നു. അവർക്കൊരു രീതിക്കും അത് ഉപകാരമില്ലാത്തൊരു റിലേഷനാണ്, അവർക്കത് അബ്യൂസീവാണ് എന്ന് തോന്നിയാൽ പോലും അവർ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കാറില്ല. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്ന ഡേറ്റാസിനെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യുന്നത് പെയിൻ, പ്ലഷർ എന്നിങ്ങനെയല്ല. അത് സ്റ്റോർ ചെയ്യുന്നത് ഫെമിലിയർ, അൺഫെമിലിയർ, ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ്. ഓൾ ദി നോൺസ് ആർ പ്ലഷർ ആൻഡ് ഓൾ ദി അൺനോൺസ് ആർ പെയിൻ. ഇങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ കാര്യങ്ങളെല്ലാം സ്റ്റോർ ആവുന്നത്. അപ്പോൾ വളരെ അബ്യൂസീവായ ടോക്സിക്കായ റിലേഷൻസിലെ കാര്യങ്ങൾ കുറേ നാൾ നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ ചെയ്ത് നോക്കും. ഒരു രക്ഷയില്ലാന്ന് കാണുമ്പോൾ ഫ്രീസ് മോഡിലേക്ക് പോകും. ഫ്രീസ് മോഡിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ ടോക്സിസിറ്റി നമുക്ക് ഫെമിലിയറായ ഒരു പാറ്റേൺ ആയിട്ടാണ് സബ് കോൺഷ്യസിൽ സ്റ്റോർ ആവുന്നത്. ഈ ഫെമിലിയർ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് ഒരുക്കമല്ല. നമ്മുടെ മൈൻഡ് എപ്പോഴും പുതിയ കാര്യങ്ങളെ എപ്പോഴും പെയിനായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അത് പ്രോസസ്സ് ചെയ്യുന്നത് അൺനോണായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോഴേക്കും അവിടെ ഒരു അപായ സിഗ്നലാണ് വരുന്നത്. അപ്പോൾ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് അബ്യൂസീവ് ആയാലും ഫെമിലിയർ പാറ്റേൺസ് ആണെങ്കിൽ അത് മൈൻഡ് ഒരു പ്ലഷറായിട്ടാണ് എടുക്കുന്നത്. ആ പ്ലഷറിൽ പുതിയ കാര്യങ്ങളിലോട്ട് നമുക്കിറങ്ങാൻ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും മൈൻഡ് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ, ഈ അബ്യൂസീവായ റിലേഷൻസ്, ടോക്സിക് സൈക്കിൾസ്, ലൈഫ് സൈക്കിൾസിൽ തന്നെ ടോക്സിസിറ്റി ഇങ്ങനെ സൈക്കിളായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് തയ്യാറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയാണ് നമുക്ക് തെറാപ്പിയുടെ ആവശ്യകത വളരെ പ്രാധാന്യമർഹിക്കുന്നത്.